Xin chào! Hello everyone! വിയറ്റ്നാമിലെ കോഫി ഡ്രിങ്കിങ് കൾച്ചറിനെ പറ്റി കുറേ മുൻപുള്ള ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ടൈപ്സ് ഓഫ് കോഫി പറ്റിയിട്ടും ഒക്കെ. അതേപോലെ എല്ലാ സ്ട്രീറ്റ്സിലും മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് കഫേസ് കാണാം. എല്ലാ മുക്കിലും മൂലയിലും ഇതുപോലെ ചെറിയ ലോ സ്റ്റൂൾസ് ഇട്ടിട്ട് അതിലിരുന്നിട്ടുള്ള കോഫി ഡ്രിങ്കിങ് ആണ് ശീലം. ഒരുപാട് സമയം ഇരുന്ന് സംസാരിച്ചിട്ടും ഒക്കെ ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യും. ഇന്ന് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള എഗ് കോഫി കാണാം. വിയറ്റ്നാമിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാപ്പി എന്ന് പറയുന്നത് കഫേ സോഡ ആണ്. സ്ട്രോങ് ആയിട്ടുള്ള കോഫി ഫിൽറ്റർ ചെയ്തിട്ട് അതിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് നിറയെ ഐസും ഇട്ടിട്ടുള്ള കാപ്പിയാണ് ഇവിടെ എല്ലാവരും പൊതുവെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഓരോ കപ്പിനും വെക്കാനുള്ള ഫിൽറ്റർ ഉണ്ട്, ഫിൻ എന്ന് പറയും. അപ്പോൾ ഫിൻ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള കോഫി കിട്ടും. അതേപോലെ തന്നെ കഫേ ഡെൻ ഉണ്ട്, കണ്ടൻസ് മിൽക്ക് ചേർക്കാണ്ട് ചൂടുള്ള സ്ട്രോങ് കോഫി ആയിരിക്കും. അത് ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിരിക്കും. ആൾക്കാർ അത് ഒരുപാട് നേരം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വരാൻ തന്നെ വളരെ സ്ലോ ആയിട്ട് ഇത് ഡ്രിപ്പ് ചെയ്യുള്ളൂ ഈ ഫിൽറ്ററിൽ നിന്ന്. അപ്പോൾ കുറേ നേരം കോഫി ഡ്രിങ്കിങ്ങിന് അവർ സമയം ചിലവഴിക്കും, ചെസ്സ് കളിച്ചിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അമേരിക്കൻസിൻ്റെ ടേക്ക് അവേ കോഫി മാതിരി, അല്ലെങ്കിൽ ഇറ്റാലിയൻസ് ഇരുന്ന് ബിറ്റർനെസ് റിലീസ് ചെയ്യുന്ന പോലെയൊക്കെ ഇവിടെ ഉള്ളവർ പ്രിഫർ ചെയ്യണ ഈ കഫേ സോഡ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, ഇങ്ങനെ ഡ്രിപ്പ് കോഫി, അതിൻ്റെ കൂടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനാണ്. ഇതാണ് ഈ ഫിൽറ്റർ. ഇത് ഡ്രിപ്പ് ചെയ്ത് വരാൻ കുറച്ച് നല്ലോണം സമയമെടുക്കും. അപ്പോൾ ഈ കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വിയറ്റ്നാമിൽ വന്നിട്ടുള്ള 1850s ഫ്രഞ്ചുകാരാണ്. അപ്പം അന്നത്തെ കാലത്ത് പാലിന് സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു ശീലമായിട്ട് മാറി. ഇപ്പോഴും കണ്ടൻസ് മിൽക്ക് തന്നെയാണ് ഈ കഫേ സോഡയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫ്രഷ് മിൽക്ക് ഉള്ളത് ചുരുക്കമാണ് ആൾക്കാർ എൻജോയ് ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള കഫേസ് ഇവിടെ കാണാം. അതൊക്കെ നമ്മൾ ആ മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണാൻ പോണത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എഗ് കോഫീനെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷുകാർ സ്റ്റോക്കിംഗ് കോഫി എന്ന് വിളിക്കുന്ന കഫേ വോട്ട് എന്ന് ഇവർ പറയും. തുണി കൊണ്ടുള്ള ഫിൽറ്ററിലായിരിക്കുന്ന കണ്ടോ, ഇങ്ങനെ നിറയെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില കോഫി ഷോപ്സ് ഉണ്ട്, ഒരുപാട് കാലങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാപ്പിക്കടയൊക്കെ ആൾക്കാരിങ്ങനെ ലൈനായി നിന്ന് ഫ്ലാസ്കിലും ഒക്കെ കാപ്പി വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ടാവും. അത്രയും സ്പെഷ്യലാണ് ഇവിടുത്തെ കാപ്പി. ഈ തുണി കൊണ്ടുള്ള അരിപ്പയിൽ നമ്മളെ പണ്ടത്തെ ഈ സമോവറുമായിട്ടുള്ള സാധനങ്ങളുള്ള ചില കോഫി ഷോപ്സ് ഉണ്ട്. 80 കൊല്ലത്തിലധികമായിട്ടുള്ള ഒരു കടയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയ ഓണറിന് 3 പെൺമക്കളാണ് ഇത് നടത്തിക്കൊണ്ട്. ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത് കഫേ സോഡ ആണ് കേട്ടോ, കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചുള്ള കാപ്പി. അപ്പോൾ അവരുടെയൊക്കെ അവിടെ ആ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അവിടുത്തെ കോഫി അത്രയും പ്രത്യേകതയാണ്. അപ്പോൾ ഈ വക സ്ഥലങ്ങളിലൊക്കെ കോഫിയൊക്കെ വളരെ റീസണബിളി പ്രൈസ്ഡ് ആണ്. ഈ 1938 80 കൊല്ലം മുൻപ് വിഞ്ഞോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ തുടങ്ങിയിട്ടുള്ള ഈ കഫേയിൽ ഇപ്പോഴും പഴയ ട്രഡീഷണൽ ക്ലേ പോട്ട്സും അതേമാതിരി ചാർക്കോളിൻ്റെ അടുപ്പ്, പിന്നെ ഫാബ്രിക് ഫിൽറ്ററൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 പെൺമക്കൾ അവർക്കും പ്രായമായി തുടങ്ങിയിരിക്കുന്നു. അവരാണ് ഈ ബിസിനസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഏതായാലും നമുക്കിന്ന് വിയറ്റ്നാമിൻ്റെ യുണീക്കായിട്ടുള്ള കഫേ ചുങ് എഗ് കോഫി കാണാം. ഹെനോയിലാണ് ഈ എഗ് കോഫി ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു ബാർട്ടൻഡർ ആയിരുന്നിട്ടുള്ള ന്യൂൻ വാൻ ജിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു സമയത്ത് ഡയറി ഷോർട്ടേജ് ഉണ്ടായിരുന്നു അത്ര, പാലിനൊക്കെ വല്ലാത്ത ക്ഷാമം, കണ്ടൻസ് മിൽക്കും ഇല്ലാണ്ട് വന്നപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അത്രേ. അതിൻ്റെ ഒരു പാലിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് എഗ് യോക്ക് വിസ്ക് ചെയ്തിട്ട് കാപ്പിയിൽ ചേർത്തിട്ട് കാപ്പി ഉണ്ടാക്കുക. അത് ഹെനോയിൽ ഭയങ്കര ഹിറ്റായി. ഹെനോയിൽ വളരെ അവിടെ വരുന്നവരാരും അത് കഴിക്കാതെ പോവില്ല, എഗ് കോഫി ട്രൈ ചെയ്യാണ്ട് പോവില്ല. പിന്നെ സൗത്ത് വിയറ്റ്നാമിലും ഇപ്പോൾ അത് വളരെ പോപ്പുലറാണ്. ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലും ധാരാളം ഈ കഫേ ചുങ് കിട്ടുന്ന കോഫി ഷോപ്സ് ഉണ്ട്. ചെറിയൊരു ബോളിൽ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടാണ് ഈ എഗ് കോഫി നമുക്ക് സെർവ് ചെയ്യുക. അതിൻ്റെ റൈറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പ്രധാനമാണ് അത്രേ. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഈ എഗ്ഗും കോഫിയും കൂടിയിട്ട് ചേർന്ന് പോവുക എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കഴിക്കാനൊരു ട്രൈ ചെയ്ത് നോക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ശരിക്കൊരു ലിക്വിഡ് ഫോമിലുള്ളൊരു തിറമിസു മാതിരി ഒരു ഡെസേർട്ട് പോലെ നമുക്ക് കഴിക്കാം അത് ശരിക്കും. ഈ കോഫി കണ്ടുപിടിച്ചിട്ടുള്ള ന്യൂൻ വാൻ ജിയാങ്ങിൻ്റെ കഫേയാണിത്. ഈ കഫേ ജിയാങ് ഹെനോയിലുള്ളതാണ്. ഈ കാണുന്നതാണ് അദ്ദേഹം. നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒക്കെ തൊപ്പി വെച്ചിട്ടൊരു ഇന്ത്യനെ മാതിരി പെട്ടെന്ന് തോന്നും.
ഇത് അദ്ദേഹത്തിൻ്റെ ഫാമിലി പിക്ചറാണ്. അപ്പം മക്കളായിട്ട് ഈ സ്ഥലം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സ്ഥലമാണ്, അവർ 1-2 പ്രാവശ്യം റീലൊക്കേറ്റ് ചെയ്തു. പക്ഷെ അവരുടെ ആ സീക്രട്ട് റെസിപ്പിയാണ് അത്ര ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഓരോ കഫേ ചുങ് ഉണ്ടാക്കുന്നവർക്കും അവരുടേതായിട്ടുള്ള സീക്രട്ട് റെസിപ്പീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം തുടങ്ങിയ ആളായതുകൊണ്ട് ഈ സ്ഥലത്തിന് അതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. ചെറിയൊരു സ്ഥലമാണെങ്കിലും എപ്പോഴും തിരക്കായിരിക്കും അവിടെ. ഈ കഫേ ജിയാങ്ങിലെ എഗ് കോഫിയിൽ വിസ്ഡ് എഗ് യോഗ്സിന് പുറമെ ബട്ടർ ചീസൊക്കെ അവർ ചേർക്കും. അങ്ങനെ അവരുടെ സീക്രട്ട് റെസിപ്പിയിൽ പല പ്രത്യേകതകളുണ്ട് അത്രേ. ആമണ്ട്സ് ഇട്ടിട്ടുള്ള എഗ് കോഫി ഉണ്ട്, കാരമലൈസ്ഡ് എഗ് കോഫി ഉണ്ട് അവിടെ, അതേപോലെ കൊക്കോ ചേർത്തിട്ടുള്ള, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ് കോഫി അവിടെ പോയാൽ നമുക്ക് കിട്ടും. ഇവിടെ ഹോച്ചിമിൻ സിറ്റിയിൽ കഫേ ചുങ് തന്നെ പേരുള്ള ഒരു ചെയിൻ ഓഫ് കഫേസ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും, മിക്ക ഡിസ്ട്രിക്റ്റിലും അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്, ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഈ കഫേ ചുങ്ങിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും തിരക്കായിരിക്കും. ഇവിടുത്തെ എഗ് കോഫിയും നല്ലതാണ്. അതേപോലെ ഇവരുടെ ബൺമി, ഒരു വിയറ്റ്നാമീസ് സാൻഡ്വിച്ച് ആണ്, ഈ ബാഗ്വിറ്റ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന സാൻഡ്വിച്ച് ആണ് ഈ കാണുന്നത്. അതും ഇവിടുത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഈ കാണുന്നത് കഫേ റുനാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വേറൊരു ചെയിൻ ഓഫ് കഫേസ് ആണ്. കുറച്ച് ഹൈ എൻഡ് സ്ഥലമാണിത്. ഡിസ്ട്രിക്ട് 1 തന്നെ അവർക്ക് 2-3 കഫേ റുനാം ഉണ്ട്. അപ്പോൾ സാധാരണ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 35,000 40,000 ഉള്ള എഗ് കോഫിക്ക് ഇവിടെ വരുമ്പോൾ 135 ഒക്കെയാണ്. ഇവരുടെ എഗ് കോഫിയും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അവർ പുതുതായിട്ട് പുതിയ ഫ്ലേവേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമുണ്ട്. പാൻഡൻ ലീഫിൻ്റെ ഫ്ലേവേർഡ് ആയിട്ടുള്ള എഗ് കോഫി ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് അവർ തുടങ്ങിയിട്ടുള്ളതാണ്. കഫേ റുനാമിൻ്റെ സ്പെഷ്യൽ കോഫീസും അവരുടെ അതുപോലത്തെ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സും ഒക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ വാങ്ങുകയും ചെയ്യാം. ഇത് വേറൊരു ഫേമസ് എഗ് കോഫി കഫേയാണ്, ലിറ്റിൽ ഹനോയ് എന്ന് പറഞ്ഞിട്ട്. ഓരോ സ്ഥലത്തെയും എഗ് കോഫിക്ക് ഓരോ പ്രത്യേകത നമുക്ക് തോന്നും. ഈ പാൻഡമിക് ടൈമിൽ കുറേ കഫേസ് ഇവിടെ അടച്ചുപോയി. ഹിഡൻ എലിഫന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് കഫേ ഉണ്ടായിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു അത് ആ സമയത്ത് അടച്ചുപോയിട്ടുള്ളൊരു കോഫി ഷോപ്പാണ്. എഗ് കോഫി ടെയിൽസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക പ്ലീസ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച പുതിയ വിയറ്റ്നാം വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.